ഇന്നത്തെ സമൂഹത്തിൽ പാടത്തെ പണി മുതൽ പർവ്വതാരോഹണം വരെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എന്നിൽ അത് ക്ലിക്കായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പാടത്തെ പണി ചെയ്യാൻ എനിക്കറിയാം, എനിക്ക് പർവ്വതാരോഹണം ചെയ്യാം. അത്ഭുതമായിരുന്നു. എനിക്ക് അതാണ് ഗുരുത്വം. അത്രയ്ക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ ലൈഫിനെ സക്സസ് ആക്കാൻ ഞാൻ ആ ഒരു ഏജിൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ചെലവിൽ തന്നെ 2 എസ്കോർട്ടോടുകൂടി, അതായത് എന്നെ ഒരു VIP കൊണ്ടുപോകുന്ന പോലെ പോയിട്ട്. വലിയൊരു കാര്യമാണ്. ഒന്നുമില്ല എന്ന് ഇന്നത്തെ കാലത്ത് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരാളാണ്. ആ പ്രായത്തിൽ ഒരു ഗുസ്തി മത്സരത്തിന്, പ്രത്യേകിച്ച് ഒരു നായർ ഫാമിലിയിൽ നിന്ന് ഒരു കുട്ടിയെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ സംബന്ധിച്ചോളം അമ്മയും അച്ഛനും കുറേ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വർത്തമാനത്തിലൂടെ. ഒരു സ്റ്റേറ്റിൽ നിന്ന് 2800 കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. ഈ 2800 പേരിൽ നിന്ന് ഒരാളെ ഒരു സ്റ്റേറ്റ് എടുക്കും. അങ്ങനെ മൊത്തം ഇന്ത്യയിൽ വരുമ്പോൾ 29 സ്റ്റേറ്റിൽ നിന്ന് 29 കുട്ടികൾ വന്നു. അതിൽ നിന്ന് ഒരാളെ എടുക്കുകയുള്ളൂ. ഗുരുത്വം കൊണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. എനിക്ക് വേണ്ടി ചിയറിങ് ചെയ്തിട്ട് മയങ്ങി വീണ എൻ്റെ ഫ്രണ്ടുണ്ട്. കാരണം എൻ്റെ ആ ഒരു വേദന അന്നേരം കണ്ടിട്ട്. അങ്ങനെ ഒരു ദിവസം 21 കിലോമീറ്ററോളം നടന്നതിൻ്റെ വലിയൊരു സക്സസ് ഞാനത് പിന്നീട് പറയാം. കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ വളർന്നു വന്ന ഒരുപാട് സ്ത്രീരത്നങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്, ജയശ്രീ മാം. നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു റഫറി ആയിട്ട് ജൂഡോയിലേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു കേരള പോലീസിൽ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആയോധന കല എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കളരിയുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് ആയോധന കളരികളുണ്ട്, അല്ലെങ്കിൽ ഗുസ്തിയുണ്ട്, ബോക്സിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ ജൂഡോയിലേക്ക് കടന്നു വന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ജൂഡോയിൽ വരേണ്ട ഒരാളല്ല. ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. എനിക്ക് ഇപ്പം സിനിമയിൽ ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള കനകമ്മ എന്ന് പറഞ്ഞിട്ട് കുറേ ഇപ്പം ലേറ്റസ്റ്റായിട്ടൊരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. ശരിക്കും ടീച്ചർ എൻ്റെ ഒരു ഗുരുവായിരുന്നു. എന്നെ നല്ല ഒരു ഫ്യൂച്ചർ പ്രതീക്ഷിച്ച് എന്നെ ഡാൻസിലേക്ക് കൊണ്ടുവന്ന് എന്നെ ഒത്തിരി പ്രോഗ്രാം ചെയ്യിച്ചതായിരുന്നു. അങ്ങനെ ഇരിക്കാൻ എനിക്കാണെങ്കിൽ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ട്വിൻ സിസ്റ്റർ പോലെയാണ്. എൻ്റെ മൂത്ത ചേച്ചിയും ഞാനിവിടെ വലിയ ഡിഫറൻസ് ഇല്ല, ഒരു 1.5 വയസ്സിൻ്റെ വ്യത്യാസം. ഫുൾ ടൈം നമ്മൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞിട്ട് അടിയാണ്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമെങ്കിലും എന്തോ ഒരു വാക്ക് തർക്കം ഉണ്ടായി. എൻ്റെ ഓർമ്മയിലാണ് ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവളെ ഞാൻ ഒരു ചെറിയൊരു വിഷയം ഉണ്ടാവുന്നു, ഞാൻ എൻ്റെ കാല് വെച്ചിട്ട് ഇങ്ങനെ ബാക്ക് അടിച്ചത് അത് നല്ല രീതിയിൽ എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. എനിക്ക് ഇത്രയും ഇതായിട്ട് പവർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് നോർമലി എന്ത് ചെയ്യും, വീട്ടിലൊരു വഴക്കുണ്ടാവുമ്പോൾ വൈകിട്ട് അച്ഛൻ വരുമ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ടല്ലോ. അപ്പം അന്നത് അച്ഛനെന്ന് പറയുന്ന ആൾ കളരി പഠിച്ചതാണ്. ഏറെ നാളായിട്ട് അച്ഛന് കണ്ണൂർ പയ്യന്നൂർ ജീവിച്ച് അവിടെ കളരി പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അച്ഛനിൽ ശരിക്കും ആയോധന കലയുടെ ഒരു കഴിവ് അച്ഛനിലുണ്ട്. പക്ഷെ ഞങ്ങളിൽ ആർക്കും അതില്ല. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പം അത് ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു, വീട്ടിൽ അത് വഴക്ക് പറഞ്ഞു, ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന്. പക്ഷേ ആ സമയത്താണ് എൻ്റെ സഹോദരനും എൻ്റെ സഹോദരൻ്റെ ഫ്രണ്ട്സും കൂടെ എങ്ങനെയോ, എനിക്ക് ഇപ്പോഴും പറയാൻ അറിയത്തില്ല ഇതിൻ്റെ പേരിലാണോ ഇനി വേറൊരു ഇതിലാണോ. പിന്നെ അന്ന് പഠിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിത്തത്തോടൊപ്പം ഒരു ഗെയിം, ഒരു സ്പോർട്സ് ഐറ്റം ഉണ്ട് എങ്കിൽ ഗ്രേസ് മാർക്കും അല്ലെങ്കിൽ ജോലി കിട്ടുക അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം വലിയ രീതിയിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ജനറൽ കാറ്റഗറിക്കാർക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് റിസർവേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടൊരു അഡ്മിഷൻ കിട്ടുക അല്ല ഇതൊന്നുമില്ല. അപ്പം അങ്ങനെ എനിക്ക് ആ ഒരു എൻ്റെ 10 വയസ്സിലാണ്, എനിക്ക് അത്ര കണ്ട് ആ സമയത്തെ പറയാൻ അറിയത്തില്ല. പക്ഷെ എന്നെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഈ മാഷ് എസ് പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ ചാരുമൂടിനടുത്തായിട്ട് എന്നെ ഒരു ക്ലാസ്സിൽ കൊണ്ടുവന്ന് കയറ്റി ജൂഡോയുടെ ക്ലാസ്സിൽ വിട്ടു. ശരിക്കും പറഞ്ഞാൽ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ഞാൻ എൻ്റെ ഡാൻസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അന്നും ഇഷ്ടമായിരുന്നു, ഇന്നും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അത് മാറ്റിയിട്ട് ഞാൻ ജൂഡോയിൽ ആ ക്ലാസ്സിൽ കയറി. എനിക്കതിലെല്ലാം ആ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി
കുറേ വിഷമ സ്ഥിതിയിലൂടെ എന്ന് പറഞ്ഞാൽ 10 വയസ്സേ ഉള്ളൂ എങ്കിലും 3.5 കിലോമീറ്റർ നടന്ന് വേണം ഞാൻ ബസ് കയറാൻ. അപ്പോൾ ഒരു ദിവസം ഒരു 21 കിലോമീറ്റർ എനിക്ക് ഡെയിലി നടക്കേണ്ടതായിട്ട് വന്നു. അതായത് രാവിലെ ഞാൻ 3.5 കിലോമീറ്റർ 5:10 ബസ് പിടിക്കാൻ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു ഏരിയയോടാണ്. കാരണം ഗ്രാമപ്രദേശമാണ്, പിന്നെ മലയും കുന്നും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്തൂടെ വേണം കവർ ചെയ്ത് പോകാൻ. പിന്നെ എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട്, പിറന്ന ആളായതുകൊണ്ട് രാവിലെ കൊണ്ടുവിടാനോ അല്ലെ ഇന്നത്തെ പോലെ വണ്ടിയോ വള്ളമോ ഒന്നും നമുക്കില്ല, അല്ലെ കൂടെ വരാനും ഒരാളില്ല. അപ്പോൾ അങ്ങനെ 3.5 കിലോമീറ്റർ രാവിലെ 5:10 ആകുമ്പോൾ ഒരു അലാറം ഇല്ലാതെ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോകും. 14 കിലോമീറ്ററോളം ബസ് കയറി പോകണം. ഈ 3.5 കിലോമീറ്റർ നടന്ന് വന്നിട്ട് 14 കിലോമീറ്റർ ബസ് കയറി പോകണം. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് കറക്റ്റ് ഒരു 8 മണിയാകുമ്പോഴത്തെ വീണ്ടും ഞാൻ ആ ജംഗ്ഷനിൽ വന്നിറങ്ങും. ഒരൊറ്റ ഓട്ടമാണ് സ്കൂളിലേക്ക് വരണ്ടേ. ഈ 3.5 കിലോമീറ്റർ ഓടി വീട്ടിൽ വന്നതിന് ശേഷം റെഡി ആയിട്ട് 9:30 ആകുമ്പോഴത്തേന് തിരിച്ച് സ്കൂളിലേക്ക് ഒരുങ്ങിപ്പോകും. പിന്നെ വീട്ടിൽ അച്ഛനെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഉച്ചയ്ക്കൊക്കെ നമുക്ക് 1 മണിക്കൂർ കിട്ടുമ്പോൾ അപ്പുറം ഇപ്പുറമുള്ള ആമ്പിള്ളാരോടോ അല്ലെ കൂടുതൽ ഇതിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിയാണ്. ലഞ്ച് വീട്ടിൽ വന്ന് കഴിക്കണം. അപ്പം ഈ 3.5 കിലോമീറ്റർ വീണ്ടും നട്ടുച്ച സമയത്ത് നമ്മൾ വീട്ടിൽ വരണം, കഴിച്ചിട്ട് തിരിച്ചു പോകണം 3.5 കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വൈകിട്ട് ജൂഡോ ക്ലാസ്സും കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോഴാണ് ഞാൻ തിരിച്ച് ഈ 3.5 കിലോമീറ്റർ തിരിച്ചു വരുന്നത്. അങ്ങനെ ഒരു ദിവസം 21 കിലോമീറ്ററോളം നടന്നതിൻ്റെ വലിയൊരു സക്സസ് ഞാനത് പിന്നീട് പറയാം. അതും എൻ്റെ ലൈഫിൽ ചിലപ്പം ഈശ്വരനായിട്ട് എനിക്ക് അത്ര ഒരു അച്ചീവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് എന്നെ പ്രിപ്പയർ ചെയ്തതായിരിക്കും. അത് കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി. ഫസ്റ്റ് ജില്ലാ കോമ്പറ്റീഷൻ വന്നു. ജില്ലാ കോമ്പറ്റീഷൻ വന്ന് എനിക്ക് ഫസ്റ്റ് ടൈമിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി. സ്റ്റേറ്റ് ലെവലിൽ 3rd കിട്ടി. പിന്നെ 3rd കിട്ടിയിട്ട് എനിക്ക് അത്യാവശ്യം എൻ്റെ കോച്ച് നല്ല ട്രെയിനിങ് ഡെവലപ്പായിട്ട് മീൻസ് സ്റ്റെപ്പായിട്ട് എനിക്ക് ട്രെയിനിങ് തന്നു. അങ്ങനെ ഞാൻ 6th ക്ലാസ്സിൽ ഞാൻ സ്റ്റേറ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം 3rd ഉള്ളായിരുന്നു. 2nd വർഷമായപ്പോഴത്തെ, അതായത് ഞാൻ അടുത്ത വർഷം ഞാൻ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്ത് എനിക്ക് സിൽവർ മെഡൽ കിട്ടി. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. 3rd വർഷം ഞാൻ കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്ത് എനിക്ക് ഗോൾഡ് മെഡൽ കിട്ടി. ആ വർഷം ഞാൻ ഭോപ്പാലിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എൻ്റെ ഫസ്റ്റ് നാഷണൽ അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു എനിക്ക് പൊക്കോണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യൻ നാഷണലിൽ 3 പ്രാവശ്യം അടുപ്പിച്ച് എനിക്ക് കേരളത്തിന് വേണ്ടി ഗോൾഡ് മെഡൽ കിട്ടി. ഏകദേശം 7ഓളം നാഷണൽസ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുണ്ട്. അതുകൂടാതെ കേരളത്തിന് വേണ്ടി 3 ഗോൾഡ് മെഡലും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് എനിക്ക് വെച്ച് മുന്നോട്ട് പോകുന്തോറും എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ പേരൻസിൻ്റെ നമ്മളെ കമ്പൽ ചെയ്യാതെ എന്താണോ എൻ്റെ റൂട്ട് എന്നുള്ളത് എൻ്റെ പേരൻസ് എനിക്ക് തിരഞ്ഞെടുക്കാൻ വലിയൊരു അവസരം തന്നു. ഇന്നത്തെ കാലത്ത് ഞാനും അമ്മയാണ്, എനിക്ക് മക്കളുണ്ട്. പക്ഷേ അല്ല, മാമിൻ്റെ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്. കേരളത്തിൽ പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് കുടുംബമായി കഴിഞ്ഞാൽ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നീട് അവർ ഫോളോ ചെയ്ത് വന്നിട്ടുള്ളൊരു പാറ്റേണിലേക്ക് അവർ പോകില്ല. ഒരുപാട് കഴിവുള്ളവരായിരിക്കാം, ഇപ്പോൾ പഠനത്തിൽ തന്നെ മികച്ചു നിന്നിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കലാകായിക മേഖലയിൽ അതിഗംഭീരമായിട്ട് കലാതിലകവും അങ്ങനെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുള്ള ആളുകളൊക്കെ പിന്നീട് വീട്ടിലൊക്കെ ഒതുങ്ങി ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഒരു പ്രോത്സാഹനമായിട്ട് ഒരു മാതൃകയായിട്ടാണ് മാമിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി തന്നെ. ഇപ്പോൾ പറഞ്ഞതുപോലെ 23 കിലോമീറ്ററൊക്കെ ഒരു ദിവസം നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഒന്നുമില്ല എന്ന് ഇന്നത്തെ കാലത്ത് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ റോൾ മോഡലാക്കാൻ പറ്റിയ ഒരാളാണ്. അതേപോലെ തന്നെ മാം തന്നെ പറഞ്ഞു, ഹിമാലയം കീഴടക്കിയ ഒരാൾ. ഒരുപാട് അവനെ തന്നെ പറയാൻ തന്നെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് പറയാമോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഞാനൊരു ഗ്രാമപ്രദേശത്തു നിന്ന് പോകുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും സാധാരണക്കാർ. അപ്പോൾ കുറേ പേര് കളിയാക്കുമായിരുന്നു. അതായത് ഇപ്പം ഈവൻ നമ്മൾ ജംഗ്ഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നവരാണ്, അവർ പോലും ഞാൻ അങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോഴത്തേ ഹാ ഹൂ ശബ്ദം വെച്ചിട്ട് നമ്മളെ കളിയാക്കും. പക്ഷെ അവിടെയൊക്കെ എനിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഫുൾ സപ്പോർട്ടോട് പറഞ്ഞു, പബ്ലിക്കിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെങ്കിൽ നമുക്ക് വേറൊന്നും നോക്കേണ്ട കാര്യമില്ല, നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നീ അതൊന്നും മൈൻഡ് ചെയ്യരുത്. പക്ഷെ ഞാൻ അതിനും ഐഡിയ കണ്ടുപിടിച്ചു. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ സമൂഹത്തിൽ പിള്ളേർ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഞാൻ അത്ര ഇതായിട്ട് പറയത്തില്ല. കാരണം സോഷ്യൽ മീഡിയയുടെ ബാക്കിലോട്ട് ആയതുകൊണ്ട് ഞാൻ വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്നത്തെ ജനറേഷൻ തികച്ചും വ്യത്യസ്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ അച്ഛൻ അവരുടെ കഷ്ടപ്പാട് എന്താണ്, ആ കഷ്ടപ്പാടിനെ എങ്ങനെ മാറ്റിയിട്ട് അവർക്കൊരു റിലാക്സേഷൻ, അവർക്കൊരു എത്രത്തോളം എന്നിലൂടെ അവരുടെ ലൈഫിനെ സക്സസ് ആക്കി എന്നൊരു ഇതിലേക്ക് കൊണ്ടുവരണം. കാരണം ഞാൻ 2 മക്കളെ വളർത്തുന്നു, നാളെ അവരെന്തെങ്കിലും ആയെങ്കിൽ നമ്മുടെ ലൈഫിന് അർത്ഥമുള്ളൂ, ഉള്ളോ ഇല്ലയോ, അത് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചു. അപ്പം എനിക്ക് കുഞ്ഞിലേ മുതലേ ഒരു ചീത്തപ്പേര് കേൾപ്പിക്കരുത്, അമ്മയ്ക്കും അച്ഛനും എന്നെ വിശ്വസിച്ച് വിടുന്നിടത്ത് എനിക്ക് നല്ല ഒരു റിസൾട്ട് അവർക്ക് കൊടുക്കണമെന്നുള്ളതുകൊണ്ട്. പിന്നെ അവർ കുറച്ച് കഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്, ജീവിക്കാൻ മാർഗ്ഗം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊന്നും വകവെക്കാതെ അച്ഛൻ നല്ല അമ്മയെ അതുപോലെ തന്നെ നന്നായിട്ട് ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ കുറേ പേര് കളിയാക്കിയപ്പോൾ ഈ ഓരോ വ്യക്തിയെ ഞാൻ ഒറ്റയ്ക്ക് കിട്ടും. അപ്പോൾ ചിലപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുറേ പോകുന്ന വഴിക്കുള്ളൊരു വ്യക്തി, ഈ വ്യക്തിയെ ഓരോരുത്തരെയായിട്ട് ഞാൻ വിളിക്കും. കാരണം വരുന്ന സമയത്ത് ഇവരെ ഒറ്റയ്ക്ക് ഞാൻ ചോദിക്കും, ചേട്ടാ ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടിനും പോകുന്നില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു പാത തേടി എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടോട്ട് അവർ കാശ് മുടക്കി ഞാൻ പോകും, ദൈവം ചെയ്ത് ഉപദ്രവിക്കരുത്. ഞാൻ എൻ്റെ ഒരു വഴി തിരഞ്ഞെടുക്കുമ്പം എന്നെ കളിയാക്കാനല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, ഉപദ്രവിക്കരുത്. പക്ഷേ അതേ വ്യക്തികൾ എൻ്റെ ഈ ഒരു സക്സസ് ആയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞ് സംസാരിച്ചവരുണ്ട്, മോളെ അന്ന് ഞങ്ങൾ കളിയാക്കിയത് കേട്ട് നീ ബാക്കിലോട്ട് പോയിരുന്നെങ്കിൽ. പക്ഷെ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. കാരണം ആ ഒരു കളിയാക്കലും സമൂഹത്തിൽ നിന്നുള്ള, കാരണം ആ പ്രായത്തിൽ ഒരു ഗുസ്തി മത്സരത്തിന്, പ്രത്യേകിച്ച് ഒരു നായർ ഫാമിലിയിൽ നിന്ന് ഒരു കുട്ടിയെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ സംബന്ധിച്ചോളം അമ്മയും അച്ഛനും കുറേ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വർത്തമാനത്തിലൂടെ. കാരണം ഇങ്ങനൊരു കുട്ടി അയച്ചു വിട്ടേക്കാണ്, മറ്റേതാണ്. പക്ഷേ അവരൊട്ടും ബാക്കിലോട്ട് പോവാതെ എന്നെ എത്രത്തോളം മുന്നോട്ട് എൻ്റെ ഇഷ്ടത്തിന്, അവരുടെ ഞാൻ മുമ്പേ പറഞ്ഞു അവർ കമ്പൽ ചെയ്തു, എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റി, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ് ആവാനുള്ള കാരണം. ഒരു പക്ഷേ അമ്മയോടും അച്ഛനോടും പറഞ്ഞ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അയച്ചു വിട്ട് വളർത്തരുത് മറ്റേത്, അപ്പോഴൊക്കെ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ വിടുന്ന നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ വിട്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിനുള്ള ഗൈഡൻസ് കൊടുത്തിട്ടാണ് വിടുന്നത്. ആ ഒരു ഉറപ്പ് എനിക്ക് തന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ത്യക്കകത്ത് ഒരു സീറ്റേ ഉള്ളൂ നമുക്ക് പർവ്വതാരോഹണത്തിന് കിട്ടുന്നത്. അത് ഒന്നുകിൽ ഒരു പുരുഷന് അല്ലെ സ്ത്രീക്ക്, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൽ വരുന്നതാണ്. ഞാൻ അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ചിലവിൽ തന്നെ 2 എസ്കോട്ടോട് കൂടി, അതായത് എന്നെ ഒരു VIP കൊണ്ടുപോകുന്ന പോലെ പോയിട്ട് ഞാൻ കാഞ്ചൻജംഗയാണ് എക്സ്പെഡീഷൻ ചെയ്തത്. കാഞ്ചൻജംഗ അങ്ങനെ സാധാരണ സ്ത്രീകൾക്ക് കൊടുക്കാറില്ല, കാരണം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള പർവ്വതമാണ് കാഞ്ചൻജംഗ. ഞാൻ മുമ്പേ പറഞ്ഞു 21 കിലോമീറ്റർ ഒരു ദിവസം ദൈവമായിട്ട് എന്നെ നടത്തിച്ചതിൻ്റെ ചിലപ്പോൾ ഒരു വലിയ റിസൾട്ട്. കാരണം നമുക്ക് പ്രകൃതി ഓരോന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ എന്താവണം, നമ്മൾ എവിടെ എത്തണം, നമ്മൾ അതിന് റെഡിയാണെങ്കിൽ ആ പാത തന്നെ തെളിഞ്ഞു വരും. പക്ഷെ നമ്മൾ കഷ്ടപ്പെടാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ ഒരു സമൂഹത്തോട് പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ ലൈഫ് വെച്ചിട്ട് എനിക്ക് ഞാനായിട്ടുണ്ടാക്കിയ അച്ചീവ്മെൻറ്റ്സ്, നമുക്ക് പേരൻസ് എപ്പോഴും സപ്പോർട്ടീവ് അല്ലാത്ത പേരൻസിനെ കിട്ടൂല. എല്ലാ മക്കൾക്കും അമ്മയും അച്ഛനും മക്കൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹത്തോടെ വരുന്ന കുഞ്ഞ് പേരൻസ് ആയിരിക്കും. പക്ഷേ അതിനെ നമ്മളാണ് വിനിയോഗിക്കേണ്ടത്. ആ ഒരു എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തുനിന്ന് സാധാരണ ഫാമിലിയിൽ നിന്ന് സാധാരണ ഗ്രാമപ്രദേശത്ത്, അതായത് പന്തളം, പത്തനംതിട്ട ജില്ലയിൽ പന്തളം കുരമ്പാല എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തു നിന്ന് ജനിച്ച് വളർന്ന എനിക്ക് ഇന്ത്യക്കകത്ത് 2 കാര്യത്തിൽ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് 2800 കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നവർ കോമ്പറ്റീഷന് വിളിക്കുന്നത്. ഈ 2800 പേരിൽ നിന്ന് ഒരാളെ ഒരു സ്റ്റേറ്റ് എടുക്കും. അങ്ങനെ മൊത്തം ഇന്ത്യയിൽ വരുമ്പോൾ 29 സ്റ്റേറ്റിൽ നിന്ന് 29 കുട്ടികൾ വന്നു, അതിൽ നിന്ന് ഒരാളെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ഒരു വെണ്ണ കടഞ്ഞ്, അതായത് തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞ് കിട്ടുന്ന ഏറ്റവും വെണ്ണയായിട്ടുള്ള ഒരു വ്യക്തിയെ അവർ കൊണ്ട് നിർത്തത്തുള്ളൂ. കാരണം ഒരു സ്റ്റേറ്റിൻ്റെ അഭിമാനമാണ്. എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് ഗുരുത്വം കൊണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. അങ്ങനെ എനിക്ക് കണ്ണൂർ ബ്രിണ്ണം കോളേജിൽ വെച്ചിട്ടാണ് ഈ സെലക്ഷൻ നടക്കുന്നത്. 2 സെലക്ഷനും എൻ്റെ ഓൾ ഇന്ത്യ നടക്കുന്ന കണ്ണൂർ ബ്രിണ്ണം കോളേജിൽ. അങ്ങനെ ഞാൻ അവിടെ വെച്ച് സെലക്ഷൻ ചെയ്യുന്നതിൽ 29 സ്റ്റേറ്റിൽ നിന്ന് വന്ന കുട്ടികളുടെ കൂടെ ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പം ഒരു പക്ഷേ എനിക്ക് വേണ്ടി ചിയറിങ് ചെയ്തിട്ട് മയങ്ങി വീണ എൻ്റെ ഫ്രണ്ടുണ്ട്. കാരണം എൻ്റെ ആ ഒരു വേദന അന്നേരം കണ്ടിട്ട് അത്രയ്ക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. കാരണം എൻ്റെ ലൈഫിനെ സക്സസ് ആക്കാൻ എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടോടെ എൻ്റെ ബാക്കിലുള്ളപ്പം ഞാൻ ആ ഒരു ഏജിൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് എനിക്ക് ഹിമാലയ കാഞ്ചൻജംഗ എക്സ്പെഡീഷൻ ചെയ്യാൻ പറ്റിയത്. അതേപോലെ തന്നെ
രാഹുലിന് അറിയുമോ എന്നറിയത്തില്ല. സ്ത്രീകൾ ഇപ്പം എൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ ഇത് അറിയുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയണേ. സ്ത്രീകൾ എപ്പോഴും ബാക്കിലോട്ട് പിടിക്കും, എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ലയോ. എനിക്കാണെങ്കിൽ കൊച്ചിലേ മുതലേ അങ്ങനെ സ്ത്രീകൾ ഏത് കാര്യത്തിലോട്ട് ബാക്കിലോട്ട് പോകുന്നതോ അങ്ങനെ ആവരുത്. നമ്മൾ അവർക്കൊരു തെളിവാക്കി കൊടുക്കണം, നമ്മളെ കൊണ്ട് ഇത് പറ്റും. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ 4ാം ക്ലാസ്സിൽ 3ലോ 4ലോ ആണ് ഞാൻ ബദനി മാഡം കൊടശനാട് സ്കൂളിൽ പഠിച്ച സമയത്ത് സിസ്റ്റേഴ്സ് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, പെൺകുട്ടികളാണെന്ന് പറഞ്ഞാൽ ആരും ബാക്കിലേക്ക് പോകരുത്, ഇന്നത്തെ സമൂഹത്തിൽ പാടത്തെ പണി മുതൽ പർവ്വതാരോഹണം വരെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് എന്നിൽ അത് ക്ലിക്കായി. എൻ്റെ ഓർമ്മ ഞാൻ 4th വരെ ആ സ്കൂളിൽ പഠിച്ചുള്ളൂ, 3rd or 4th ആണ് അന്ന് കിട്ടിയ സജഷൻ ഇപ്പോഴും കൊണ്ടുവരും. അപ്പം ഞാൻ എഴുന്നേറ്റു. ഞാൻ സിസ്റ്ററിൻ്റെ പേര് ശുഭ അങ്ങനെ എന്തോ, എനിക്കിപ്പോൾ അത്ര എൻ്റെ മെമ്മറിയിലില്ല. സിസ്റ്ററോട് ഞാൻ ചോദിച്ചു, ഞാൻ നല്ല സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകം അഭിനയിക്കുക, ഡാൻസ്, ഒന്നിലും ബാക്കിലോട്ട് നിൽക്കത്തില്ല. അതായത് എനിക്ക് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പിന്നെ സ്കൂൾ തലത്തിൽ സ്കോളർഷിപ്പൊക്കെ ആ സമയത്തൊക്കെ സ്കോളർഷിപ്പ് എക്സാമിനാണെങ്കിലും മാർക്കും ഒക്കെ വാങ്ങിച്ച് എൻ്റെ ഒരു 6th ക്ലാസ് വരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ പഠിത്തം ബാക്കിയുള്ള ഇതായിട്ടാണ്. അപ്പം ഈ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു പാടത്തെ പണി മുതൽ പർവ്വതാരോഹണം വരെ ചെയ്യാം. അപ്പം ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തെന്നറിയാമോ, ഈ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ പുറകിന് സിസ്റ്ററിൻ്റെ പുറകിന് ഓടി. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ പാടത്തെ പണി, എൻ്റെ വീട്ടിൽ അത്യാവശ്യം വയലും കൃഷി ഉണ്ടായതുകൊണ്ട് നമ്മൾ കൊച്ചുങ്ങളല്ലേ ചാടി മറിഞ്ഞ് നടക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പാടത്തെ പണി ചെയ്യാൻ എനിക്കറിയാം, എനിക്ക് പർവ്വതാരോഹണം ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സിസ്റ്റർ 2 കൈ എടുത്തിട്ട് എൻ്റെ തലയിൽ വെച്ചിട്ട് വന്നു. ഞാനിന്ന് ഏകദേശം എത്രയോ കുട്ടികളെ എനിക്കിപ്പോഴും എൻ്റെ മൈൻഡിൽ ആ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ, ഇത്രയും പേർക്ക് ക്ലാസ് എടുത്തെങ്കിലും നിന്നിൽ ഞാൻ പറഞ്ഞ എൻ്റെ വാചകം നിന്നിൽ കയറിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിനക്കതിന് അവസരം കിട്ടിയിരിക്കുന്നു. അത്ഭുതമായിരുന്നു എനിക്ക്. അതാണ് ഗുരുത്വം, അതാണ് ഗുരുത്വം. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അർപ്പിക്കാൻ തയ്യാറായാൽ നമ്മളിലേക്ക് തന്നെ പോസിറ്റീവ് കൊണ്ടുവരും. അതാണ് പ്രകൃതി.